ഓക്കെ, അപ്പം നമ്മളിവിടെ ലിനക്സിൻ്റെ ഡയറക്ടറി സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഫയൽ സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏറ്റവും ആദ്യം എല്ലാ ഒരു ഫയൽസിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഒരു ഫോൾഡറേയും കിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റൂട്ടാണ് അല്ലേ. അപ്പോൾ റൂട്ട് എന്ന് പറയുന്ന ഡയറക്ടറിയുടെ താഴെ ആയിരിക്കും ഓരോ സബ് ഡയറക്ടറീസ് വരുന്നത്. ഡയറക്ടറി എന്ന് പറയുമ്പോഴത്തേക്കും ഫോൾഡറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് റൂട്ട് ഡയറക്ടറിയുടെ താഴെ പല ഡയറക്ടറീസും വരുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് ദ സ്ലാഷ് ബിൻ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ബൈനറിയാണ്. ബിൻ ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ബിൻ മീൻസ് ബൈനറി ഫയൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ലിനക്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു കമാൻഡിനും അതിന് സെപ്പറേറ്റ് അതിൻ്റേതായിട്ടുള്ള ഫയൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LS എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ എന്തിനാണ് ലിസ്റ്റിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ LS കമാൻഡിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫയൽ തന്നെ ഉണ്ട്. ഓക്കെ, ആ LSൻ്റെ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ഫയൽ തന്നെയുണ്ട്. അതുപോലെ സിഡിക്ക് ഒരു ഫയൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ഫയൽസ് എല്ലാം ഏതിലാണ്? ബിൻ എന്ന് പറയുന്ന ഫോൾഡറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിൻ മീൻസ് ബൈനറി കമാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ദ ഫയൽസ് ലൈക്ക് LS കമാൻഡ് അല്ലെങ്കിൽ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡ് MKDIR, അതുപോലെ തന്നെ നമ്മുടെ കംപ്രഷൻ ടാർ എന്ന് പറയുന്ന സാധനമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ടാറിൻ്റെ കമാൻഡ്, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം /bin എന്ന് പറയുന്ന കമാൻഡിനകത്താണ്, ബിൻ ആ ഫോൾഡറിനകത്താണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ /bin വരുന്നത് നോർമൽ യൂസർക്കാണ്. ഫോർ ദ കേസ് ഓഫ് റൂട്ട് യൂസർ അല്ലെങ്കിൽ സൂപ്പർ യൂസർ ആണ് എസ് ബിൻ ആ പേരിൽ തന്നെയുണ്ട്. എസ് മീൻസ് സൂപ്പർ യൂസർ. അപ്പോൾ /bin എന്ന് പറയുമ്പോഴത്തേക്കും ബൈനറി ഫയൽസ് ഓഫ് ദ സൂപ്പർ യൂസർ. ഓക്കെ, അടുത്തത് ബൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? നമ്മൾ ഒരു ലിനക്സിൻ്റെ സിസ്റ്റം റീബൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള ഫയൽസിനെ അതിന് വേണ്ടിയിട്ടുള്ള ഫയൽസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഫയൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് /boot എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ്. അടുത്തത് /user എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, ഓരോ പല യൂസർ നമുക്ക് ലിനക്സ് സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഒരു യൂസറുടെ പേഴ്സണലൈസേഷൻ ഡിഫറെൻ്റ് ആയിരിക്കും വേറൊരു യൂസറിന് അല്ലേ. അപ്പോൾ ആ യൂസർക്ക് അയാളുടെ തീമിന് ഇഷ്ടപ്പെട്ട വാൾപേപ്പർ, അതുപോലെ തന്നെ തീം, ഓരോ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം /user എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും സ്റ്റോർ ആയിരിക്കുന്നത്. അടുത്തത് /media എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊരു എക്സ്റ്റേണൽ ഡിവൈസ് അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവ് കണക്ട് ചെയ്തു എന്ന് വെച്ചോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തു അല്ലെങ്കിൽ ഓക്കെ there is an external storage devices connected അല്ലെങ്കിൽ a new login detected എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു പോപ്പപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്നത് /media ആണ്. അതായത് ആ മീഡിയ എന്ന് പറഞ്ഞ ഫയൽസിൻ്റെ അകത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഡിറ്റക്ഷൻ നടക്കുന്നത്. അടുത്ത /dev എന്ന് പറയുമ്പോഴത്തേക്കും ആ പേരിൽ തന്നെ ഉള്ളതുപോലെ ഡിവൈസസിനെ ഇൻഡിക്കേറ്റ് ചെയ്തതാണ് /dev. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ആയിട്ട് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഡിവൈസസ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യുന്നതാണ് /media. അപ്പോൾ ഇവിടെ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിവൈസസ് ലൈക്ക് ഹാർഡ് ഡിസ്കിൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും ഹാർഡ് ഡിസ്കിൽ തന്നെ പല പാർട്ടീഷൻസ് ഉണ്ടാവും. അതന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് SDA1 SDA2. അതായത് ഹാർഡ് ഡിസ്ക് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് SDA1 SDA2 രണ്ട് പാർട്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിന് തന്നെ വീണ്ടും സെപ്പറേറ്റ് ഫോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഓരോന്നിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈച്ച് കമാൻഡ് അല്ലെങ്കിൽ എവറി സ്മോൾ തിങ് ഇൻ ലിനക്സ് there is a file to store that. ഓക്കെ, അത് കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അതാണത്. ഇനി അടുത്ത ലിബ് മീൻസ് ലൈബ്രറി എന്ന് പറയുമ്പോഴത്തേക്കും ലൈബ്രറി ഫംഗ്ഷൻ. അതായത് ഈ പറയുന്ന നമ്മൾ ബിന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബൈനറി ഫയൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ലിബാണ്. ആ ലിബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേരിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ലിബ് മീൻസ് ലൈബ്രറി എന്താണ്? കളക്ഷൻ ഓഫ് ബുക്സ് ആണ് നമ്മൾ നോർമൽ യൂസ് പറയുമ്പോഴത്തേക്കും. ഇവിടെ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് കളക്ഷൻ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് കമാൻഡ്സ്, അതായത് ഈ പറയുന്ന ബൈനറി ഫയൽസിൻ്റെ ഒരു കളക്ഷനാണ് ലിബിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ETC എന്ന് പറയുമ്പോഴത്തേക്കും എഡിറ്റബിൾ ടെക്സ്റ്റ് കോൺഫിഗറേഷൻ. പേരിൽ തന്നെ ഉള്ളതുപോലെ പ്രോസസ്സാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റത്തില്ല, റിയൽ വേൾഡ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് അതിനെ എന്താണ്, അത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് /proc. അടുത്ത ഹോം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ഏതൊരു ഫയലിൻ്റെയും അല്ലെങ്കിൽ ഏതൊരു യൂസറിൻ്റെയും മെയിൻ കാര്യങ്ങൾ, അതായത് അവിടെ നിന്നാണ് അവൻ്റെ ഓരോ പേഴ്സണലും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഹോമിനകത്താണ് എല്ലാ ഡീറ്റെയിൽസും ഇരിക്കുന്നത് ഒരു പേഴ്സണിൻ്റെ അല്ലെങ്കിൽ ഒരു യൂസറിൻ്റെ. എന്നിട്ട് ആ ഹോം പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പോകും. ഓക്കെ, അതാണ് ഹോം ഡയറക്ടറിയുടെ പ്രത്യേകത. ഇനി അടുത്ത /var
നമ്മൾ വാർ ഫയൽസ് എന്ന് പറയുമ്പോഴത്തേക്കും വേരിയബിൾ ഫയൽസ് ആണ്. അപ്പം നമ്മൾക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ളതുപോലെ അല്ലാതെ ഒരു ടാസ്ക് റൺ ചെയ്യുമ്പോഴത്തേക്കും പല പല ഫയൽസ് ചേഞ്ച് ആകും. അപ്പോൾ ആ ചേഞ്ച് ആകുന്ന ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ വാർ എന്ന് പറയുന്ന ഫോൾഡറിലാണ്. വാർ ഫയൽസിനകത്ത് ക്യാഷ് ഫയൽസ്, ലോഗ് ഫയൽസ് എല്ലാമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ടെമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പററി ഫയൽസ് ആണ്. ടെമ്പററി ഫയൽസിൻ്റെ ആവശ്യം എന്താണ്? ടെമ്പ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്. ഓക്കെ, പെർമനൻ്റ് ആയിട്ടുള്ള ഇതല്ല. ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം നമ്മൾ റീബൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഫയൽസ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അടുത്തത് ഓപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷണലാണ്. അതായത് തേർഡ് പാർട്ടി സൈറ്റ് ടു ഇൻസ്റ്റോൾ സോഫ്റ്റ്വെയർസ് ഫ്രം ദി തേർഡ് പാർട്ടി സൈറ്റ്. ഓക്കെ, അടുത്തത് /run/sys. ഇത് രണ്ടും നേരത്തെ പറഞ്ഞ പോലെ ടെമ്പററി ആണ്. everything in RAM runs on it, and also the files will get automatically deleted once the system is shut down. System folder is also similar to run folder. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ നമ്മൾ TMBയുടെ കേസ് പറഞ്ഞ പോലെ ടെമ്പററി ആണ്. ഓക്കെ, അപ്പോൾ SRV എന്ന് പറയുമ്പോഴത്തേക്കും സർവീസ് ഡയറക്ടറി എന്ന് പറയുമ്പോഴത്തേക്കും സെർവർ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് ഈ SRV എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തായിട്ടായിരിക്കും. ഓക്കെ, അടുത്തത് /USR എന്ന് പറയുമ്പോഴത്തേക്കും യൂണീക്ക് സിസ്റ്റം റിസോഴ്സ് ആണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ കറണ്ട് ഡയറക്ടറി ഏതാ നോക്കുന്നത്? എങ്ങനെ? PWD ഇപ്പോൾ ഹോമിനകത്ത് ഹേമന്താണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്യാൻ പോവാണ്. CD ഡോട്ട്. അപ്പോൾ ഇപ്പോൾ ഏതാ? ഹോമിനാണ് നിൽക്കുന്നത് അല്ലേ? ഒന്നുകൂടെ ഞാൻ CD ഡോട്ട് ചെയ്യുമ്പോഴത്തേക്കും കേട്ടോ, ഇപ്പോഴാണ് നമ്മൾ എക്സാക്ട്ലി റൂട്ട് യൂസർ അല്ലെങ്കിൽ ആ ഒരു